الحمد لله الذي أنشأ وبرى وخلق الماء والثرى وأبدع كل شيء وذرى نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ നന്മകൾക്ക് വമ്പിച്ച പ്രതിഫലം അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഏറ്റവും ഉന്നതമായ മാസം സമാഗതമായി അതിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമായി പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമ്മൾ പറയുന്ന രൂപത്തിലേക്ക് അനുകൂല സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്ന സുന്ദരമായ മാസമാണ്. ആ മാസത്തിലെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് പറഞ്ഞത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും പരിശുദ്ധ ഖുർആനും ഖിയാമത്ത് നാളിൽ അടിമയ്ക്കു വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബി, എന്റെ നാഥ, മനഅതുഹു അത്ആമ വശഹവാതി ബിന്നഹാർ, ഞാൻ ഈ അടിമയുടെ ഭക്ഷണപാനീയങ്ങളും വികാര വിചാരങ്ങളും തടഞ്ഞിരുന്നു. പകലിൽ അതെല്ലാം ഞാൻ ഇവരെ തടഞ്ഞു വെച്ചു. അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ അല്ലാഹ്. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു അന്നൗമ ബില്ലൈൽ ഫശഫിഇനി ഫീഹി, രാത്രിയിൽ ഉറങ്ങാതെ അയാൾ ഖുർആൻ പാരായണം ചെയ്തു, അയാളുടെ ഉറക്കം തടഞ്ഞത് ഞാനാണ് അല്ലാഹ്. അതുകൊണ്ട് അയാളുടെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയുശഫഅാനി, നോമ്പിന്റെയും ഖുർആനിന്റെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചൊരു കാര്യം, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഖിയാമത്ത് നാളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് ശുപാർശകനായി പരിശുദ്ധ ഖുർആൻ എത്തുകയാണ്. പ്രിയപ്പെട്ട നോമ്പുകാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ ശറഫ്, ഏറ്റവും വലിയ ഉത്കൃഷ്ടത എന്താണ് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് ഈ മാസത്തിന് ഏറ്റവും വലിയ അനുഗ്രഹവും ഈ മാസത്തിന് ഏറ്റവും വലിയ പവിത്രതയും നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യ സമൂഹത്തിന്റെ മാർഗദർശനമായും സത്യാസത്യ വിവേചനമായും അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായ തെളിവുകളുമായി അവതരിപ്പിച്ച മാസമാണ് റമദാൻ. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പവിത്രതയും എല്ലാ പ്രത്യേകതയും പരിശുദ്ധ റമദാനിനെ കൈവരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ എന്നതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ, നമ്മുടെ ഉയർച്ചയുടെ, നമ്മുടെ പവിത്രതയുടെ, നമ്മുടെ ശ്രേഷ്ഠതയുടെ അടിത്തറ പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആനിനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യവിശ്വാസികളായ ആളുകൾ കൂടുതൽ അടുത്തറിയേണ്ടതും പരിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യേണ്ടതും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക ഫസൗഫ തുസ്അലൂൻ. വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, തീർച്ചയായും ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ലദിക്റുൻ ലക വലിഖൗമിക, നിനക്കും നിന്റെ ജനതയ്ക്കുമുള്ള ഒരു ഉത്ബോധനമാണ്. നിനക്കും നിന്റെ ജനതയ്ക്കുമുള്ള ഒരു ഉത്ബോധനമാണ്. വസൗഫ തുസ്അലൂൻ, വഴിയെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഖിലൂൻ.
ലഖദ് അൻസൽനാ ഇലൈക്കും, തീർച്ചയായും നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, കിതാബൻ, ഒരു വേദഗ്രന്ഥം, ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമുണ്ട്. അഫലാ തഖിലൂൻ, എന്തേ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തത്? എന്തേ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാത്തത്? അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്. ഈ ദിക്ർ, ഈ ഉത്ബോധനം എന്ന് നിങ്ങളുടെ റിഫഅത്താണ്, നിങ്ങളുടെ ശറഫാണ്. നിങ്ങൾക്കുള്ള ഉത്ബോധനം പരിശുദ്ധ ഖുർആൻ, നിങ്ങളുടെ സമൂഹത്തിനുള്ള അതിന്റെ ശറഫ്, അതിന്റെ പവിത്രത, അതിന്റെ മഹത്വം ഈ വേദഗ്രന്ഥത്തിലാണ് കുടികൊള്ളുന്നത്. അത് ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്. ദുനിയാവിൽ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വേദഗ്രന്ഥത്തെ അടുത്തറിയുന്ന, ആ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുന്ന, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്ന, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്ന, അങ്ങനെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ തന്നെ വലിയ മഹത്വമാണുള്ളത്, ദുനിയാവിൽ തന്നെ വലിയ പവിത്രതയാണുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അൽ മാഹിറു ബിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അതിന്റെ ആശയം ചിന്തിച്ചുകൊണ്ട്, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനെ ഉൾക്കാഴ്ചയോടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ മഅസ്സഫറത്തിൽ കിറാമിൽ ബററാ, പുണ്യവാളന്മാരായ മലക്കുകളോടൊപ്പമാണ് അവർക്ക് സ്ഥാനം. വല്ലദീ യഖറഉൽ ഖുർആന വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാൻ. വേറെ ചില ആളുകളുണ്ട്, അവർ ഖുർആൻ പാരായണം അറിയില്ല, അവർ തപ്പിത്തടഞ്ഞുകൊണ്ടാണ് പാരായണം ചെയ്യുന്നത്, വളരെ പ്രയാസത്തോടെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ ലഹു അജ്റാനി, അവർക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിന്റെ പകലുകളിൽ അല്ല, എല്ലാ പകലുകളിലും ദുനിയാവിൽ വെച്ച് തന്നെ വലിയ മഹത്വം ലഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥതലങ്ങളിലൂടെ, ആശയതലങ്ങളിലൂടെ പാരായണം ചെയ്താൽ കിട്ടുന്നത്. നാളെ അള്ളാഹുവിന്റെ അടുത്ത് മഹത്വം പറയാനുമില്ല. അള്ളാഹുവിന്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലം അത്തരം ആളുകൾക്ക് നൽകപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം അത് കൂടിയും കുറഞ്ഞുമിരിക്കും. ചിലപ്പോൾ വലിയ ഉയർച്ചയിലായിരിക്കും, ചിലപ്പോൾ പറ്റേ താഴ്ന്നു പോകാറുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ യസീദു ബിത്വആത്ത് വയൻഖുസു ബിൽ മആസി, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, പാപങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈമാൻ കുറയുമ്പോ ഈമാൻ ഏറ്റവും ശക്തമായ തോതിലേക്ക് ഉയർന്നു വരാൻ അതിന് ഏറ്റവും നല്ല കാര്യം പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം പടക്കുന്ന ആളുകളാണ്, നിന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടാകുന്ന ആളുകളാണ്. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് മനസ്സിലതാ പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടാവുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയം പടക്കുകയാണ്. മാത്രമല്ല, വൈദാ തുലിയത അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാലോ സാദതുഹും ഈമാനാ, അയാൾക്ക് ഈമാൻ വർദ്ധിക്കുകയായി. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളെ രക്ഷിതാവിലേക്ക് ഭരമേൽപ്പിക്കുന്നവരുമാണ്. ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും നല്ല പണി ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക.
പരിശുദ്ധ ഖുർആൻ അടിക്കടി ഇങ്ങനെ പാരായണം ചെയ്യുക. കിട്ടാവുന്ന സമയമെല്ലാം ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുക. കാണാതറിയുന്നവർ അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് ഒരു സൂറത്ത് തന്നെ നിരന്തരം മടക്കി ഓതിയത് കൊണ്ട് കൂലി കിട്ടാതിരിക്കില്ല, പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കിട്ടാവുന്ന സമയമെല്ലാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കുവാനുള്ള കാരണമാണ്. ഈമാൻ വർദ്ധിക്കും അത്തരം ആളുകൾക്ക് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല ആ പരിശുദ്ധ ഖുർആനാണ് ഹൃദയങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള സിദ്ധ ഔഷധം. പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾക്ക് നമ്മൾ പലതരത്തിൽ ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹൃദയ രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധം അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ നിരന്തരമായി ഓതുന്ന, പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾക്ക് ഹൃദയ രോഗങ്ങൾ കുറയും. ഹൃദയ രോഗങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ അതെ വിശ്വാസത്തിന്റെ കുറവ്, അതുപോലെ തന്നെ ശിർക്കുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ പോകും, ബിദ്അത്തുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ പോകും, അന്യരെ ഉപദ്രവിക്കുന്ന സ്വഭാവം പോകും, ഗീബത്തും നമീമത്തും കളവുമെല്ലാം അതിങ്ങനെ അയാളുടെ ഹൃദയത്തിൽ നിന്ന്, അയാളുടെ മനസ്സിൽ നിന്ന് അതിന്റെ സ്ഥാനമില്ലാതെയായി അങ്ങനെ ഹിക്കതും അസൂയയും ഒന്നുമില്ലാതെ നല്ല സ്വാത്വികനായി മാറും. അള്ളാഹുവിന്റെ ഖുർആൻ അതാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും وشفاء لما في الصدور وهدى ورحمة للمؤمنين يا أيها الناس മനുഷ്യരെ ഖദ് ജാഅതുകും തീർച്ചയായും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു മൗഇളതും മിർ റബ്ബികും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശം, വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ ഹൃദയങ്ങളിൽ ഉള്ളതിനുള്ള സിദ്ധ ഔഷധം അഥവാ നിങ്ങൾക്കുള്ള ശിഫാ ശമനവും വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചില വാക്കുകൾ നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിനെ വിശേഷിപ്പിച്ചത് എന്തൊക്കെയാണ്? ഒന്ന് മൗഇളത്ത്, രണ്ടൊന്ന് ശിഫാ, മൂന്ന് ഹുദാ, നാല് റഹ്മ. ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലൊന്ന് ലഭിക്കാൻ ഏത് വേദഗ്രന്ഥത്തിലുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് അവകാശപ്പെടാൻ? മനുഷ്യ ഹൃദയങ്ങൾക്ക്, ആ ഹൃദയങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന, അതിനെ കറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കും വൃത്തികേടുകൾക്കും പാപങ്ങൾക്കുമെല്ലാം അതിനുള്ള കൃത്യമായ ഔഷധം പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്കൊരു കാരുണ്യമാണ്, നിങ്ങൾക്ക് മാർഗദർശനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കണോ, അല്ലാഹുവിലേക്കുള്ള യഥാർത്ഥ വഴി, അല്ലാഹുവിലേക്കുള്ള ശരിക്കുള്ള വ്യക്തമായ മാർഗം അത് പരിശുദ്ധ ഖുർആനിലാണ്. ആർക്കെങ്കിലും റബ്ബിലേക്ക് പോകാനുള്ള താല്പര്യമുണ്ടോ, അല്ലാഹുവിലേക്ക് ശരിക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടോ എങ്കിൽ ഖുർആൻ പാരായണം ചെയ്തോളൂ, ഖുർആൻ മനസ്സിലാക്കിക്കോളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ അല്ല, ഇത് ലോകർക്കൊരു ഉത്ബോധനമാണ്. ആർക്ക്? ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. നേരെ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്നവൻ ആരോ അവർക്കുള്ള ശരിക്കുള്ള ഉത്ബോധനമാണ് ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, മനുഷ്യരെ നിങ്ങൾക്ക് അല്ലാഹുവിലേക്കുള്ള ശരിക്കുള്ള വഴികാട്ടി. ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞത് അങ്ങനെ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ അത് നേരായ മാർഗത്തിലേക്ക്, ഏറ്റവും ഋജുവായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നതാണ് ഖുർആൻ. ഏത് വിഷയമാണ് ഖുർആനിൽ ഇല്ലാത്തത്?
ഏത് വിഷയത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഉൾക്കാഴ്ച കിട്ടാത്തത്? ഏത് വിഷയമാണ് നമുക്ക് പഠിക്കേണ്ടത്? എല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളുടെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് നേരെ ചൊവ്വ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നേരെ ചൊവ്വ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ അതിന്റെ കൃത്യമായ മാർഗദർശനം വ്യക്തമായി പഠിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. മാത്രമല്ല, എല്ലാത്തരം സംശയങ്ങളാകുന്ന അന്ധകാരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകാൻ, നിങ്ങളുടെ വഴി പ്രകാശിച്ചു കിട്ടാൻ, എല്ലാ സംശയങ്ങളും മാറാൻ, ഏതു തരത്തിലുള്ള കുതന്ത്രങ്ങളിലും പെടാതെ നേരെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഏറ്റവും നല്ല ഷോർട്ട് കട്ട്, അതിന്റെ എളുപ്പ വഴി അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഖദ് ജാഅകും മിനല്ലാഹി നൂർ വകിതാബും മുബീൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ഒരു പ്രകാശം വന്നിരിക്കുകയാണ്. മാത്രമല്ല വകിതാബും മുബീൻ, വ്യക്തമായ ഒരു വേദഗ്രന്ഥവും. യഹ്ദീ ബിഹില്ലാഹ്, ആ വേദഗ്രന്ഥത്തിലൂടെ അല്ലാഹു വഴി കാണിക്കുന്നു. മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അല്ലാഹുവിന്റെ തൃപ്തി തേടുന്ന ആളുകൾക്ക്, അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിക്കുന്ന ആളുകൾക്ക് അതാ സമാധാനത്തിന്റെ മാർഗങ്ങളിലേക്ക്, സമാധാനത്തിന്റെ വഴികളിലേക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അല്ലാഹു അവരെ വിളിക്കൊണ്ടുവരികയാണ്. അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്തു കൊണ്ടുവരുന്നു. ബിഇദ്നിഹി, അവന്റെ അനുമതി പ്രകാരം. മാത്രമല്ല വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് അല്ലാഹു വഴി കാണിക്കുകയും ചെയ്യുന്നു, നയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രത്യേകതയാണിതൊക്കെ. പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാവണില്ല, നമുക്കിതൊന്നും വ്യക്തമാവണില്ല. എന്താ കാര്യം? പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അടുത്തറിയണില്ല. നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കാണുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നു. എത്ര കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ഈ പറഞ്ഞതെല്ലാം. നൂറാണ്, ഹുദയാണ്, റഹ്മത്താണ്, അതുപോലെ പിന്നെ വ്യക്തമായ വേദഗ്രന്ഥമാണ്, വ്യക്തമായ മാർഗദർശനമാണ് എന്നെല്ലാം പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട പ്രത്യേകതകൾ എപ്പോഴെങ്കിലും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ മുന്നിൽ അതാ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ മാർഗദർശനം വ്യക്തമാകുന്നു, ഇതാണ് ശരി, അത് ഖുർആൻ കൊണ്ട് മനസ്സിലായതാണ് എന്നെപ്പോഴെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസമായ പരിശുദ്ധ റമളാനിലെ 5-ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ കൃത്യനിഷ്ഠ പുലർത്തിയ എത്ര ആളുകളുണ്ട്? പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്ത എത്ര ആളുകളുണ്ട്? പരിശോധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഖുർആനുമായി നമുക്കുള്ള ബന്ധം എത്രയാണ് എന്ന് ചിന്തിക്കണം. ഇന്ന് വാട്സപ്പിന്റെയും ഫേസ്ബുക്കുകളുടെയും സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളുടെ കാലമായപ്പോ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് വല്ലാത്ത ഇടിവ് സംഭവിച്ചിരിക്കുന്നു. കിട്ടുന്ന സമയമെല്ലാം പിന്നെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാഭൂരിപക്ഷം ആളുകളും ഒരു പ്രത്യേക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രത്യേക രോഗമാണ് എല്ലാവർക്കും. എന്താ രോഗം? ആ രോഗം ഈ അടുത്ത് കണ്ടുപിടിച്ചതാണ്.
ഇതിന്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകളുടെ അതിപ്രസരം വന്നപ്പോ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ പിടികൂടി. എന്താ രോഗം? ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇതിനാണ്. നിങ്ങൾ ആലോചിച്ചോക്ക്, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവൻ ആ രോഗിയാണ്. ഒരു മനുഷ്യൻ ആർക്കെങ്കിലും ഫോൺ വരുമ്പോഴേക്ക് തന്റെ ഫോൺ തുറന്നിട്ട് തനിക്ക് ഫോൺ വന്നോ എന്ന് നോക്കുന്നത് രോഗലക്ഷണമാണ്. തന്റെ മൊബൈൽ കളഞ്ഞു പോകുമോ എന്ന പേടി കൊണ്ട് അടിക്കടി ഫോൺ പരിശോധിക്ക, പോക്കറ്റിൽ കിടന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പി നോക്കുന്ന സ്വഭാവം ഉണ്ടോ എങ്കിൽ ആ രോഗിയാണ്, എങ്കിൽ അവൻ ആ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇനി പിടിച്ചാൽ കിട്ടാത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ആ മനുഷ്യൻ എടുത്ത് ചാടപ്പെടുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിച്ചോളണം. ഇത്തരം രോഗങ്ങൾ കടന്നു വരാനുള്ള കാരണം ഇതിന്റെ വല്ലാത്ത ഉപയോഗമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വന്നപ്പോ അള്ളാഹുവിന്റെ കലാമ് പാരായണം ചെയ്യുന്നതിൽ ഇടിവ് വന്നു, അത് പഠിക്കുന്നതിൽ ഇടിവ് വന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് സമയം ഇല്ലാതെ വരികയാണ്. അല്പനേരമെങ്കിലും പള്ളിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടുകയാണ്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരു രോഗം കൂടി ഞാൻ പറയാം. എവിടെയെങ്കിലും ഫോണിന് ബെല്ലടിച്ചാൽ ഉടനെ തന്റെ ഫോൺ തൊട്ടു നോക്ക, വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, തന്റെ ഫോൺ അടിക്കുന്നുണ്ടോ എന്നൊരു ബേജാർ. അത് ശരിക്ക് ആ രോഗമാണ്. അത്തരം രോഗത്തിലേക്ക് അയാൾ വീണിരിക്കുന്നു എന്നതിന്റെ തെളിവാണത്. ഇത് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ള കാര്യം, പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടുന്ന, പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും മനനം ചെയ്യേണ്ടുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട മാസം പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ വളരെയധികം വലിയ വീഴ്ച ഈ ഉമ്മത്തിന് സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, ഇത് നിങ്ങൾക്കുള്ള ന്യായ പ്രമാണമാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ന്യായ പ്രമാണമാണ്. ഏതൊരു ശക്തിയുടെയും മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഈ പരിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് അയാളുടെ വാദങ്ങളുടെ മുനയൊടിക്കാൻ പറ്റുന്ന ന്യായ പ്രമാണമാണ് ഇത് ഖുർആൻ. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ പലതരത്തിലുള്ള ന്യായവാദങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഹാദാ ബസായിറു മിർ റബ്ബിക്കും വഹുദൻ വറഹ്മത്തുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഹാദാ ബസായിറു മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ന്യായപ്രമാണമാണ്. ന്യായപ്രമാണമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ. ബസായിർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന, ഉൾക്കാഴ്ച ഉണ്ടാക്കുന്ന പ്രമാണം. ബസീറത്തിന്റെ ബഹുവചനാണ് ബസായിർ. നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന, ഏതൊരു മനുഷ്യന്റെയും കണ്ണ് തുറപ്പിച്ചു കളയുന്ന പ്രഖ്യാപനമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോഴേക്ക് ഉൾക്കാഴ്ച ഉണ്ടാകാത്തവൻ ബുദ്ധിയില്ലാത്തവനാണ്, മന്ദബുദ്ധിയാണവൻ. പരിശുദ്ധ ഖുർആൻ കേട്ടിട്ട് ഉൾക്കാഴ്ച ഉണ്ടാവുന്നില്ലെങ്കിൽ ഇത് ബസായിറു മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ബസീറത്താണ്, ഉൾക്കാഴ്ചയുള്ള, കണ്ണു തുറപ്പിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ കേട്ടിട്ട് കണ്ണു തുറന്നുപോയി ചില ആളുകൾ, കണ്ണുതുറന്നുപോയി ചില ആളുകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേട്ടപ്പോ ഞെട്ടിത്തെറിച്ചു പോയി മക്കയിലെ മുടിചൂടാമന്നന്മാരായ സാഹിത്യപ്പെടുക്കൽ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് കണ്ണു തുറന്നുപോയി അന്താളിച്ചു പോയവർ, അവരറിയാതെ പറഞ്ഞുപോയി, ഇന്നഹു യഅലു വലാ യുഅലാ അലൈഹി, ഇതുയരും, ഉന്നതമായ സ്ഥാനങ്ങൾ അത് അടക്കി പിടിക്കും, എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കും, അത് അതിന്റെ മേലെ എത്താൻ ഒന്നിനും സാധ്യമല്ല. ഇന്നഹു ലഹലാവ, വല്ലാത്തൊരു മാധുര്യമാണതിന് എന്ന് പറഞ്ഞു കളഞ്ഞു ആ കാലഘട്ടത്തിലെ അറബികൾ. പിന്നീട് അയാൾ നിഷേധിച്ചു എന്ന് വേറെ വിഷയം. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ബസീറത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയോ എന്ന് പരിശോധിക്കേ, നമുക്ക് ലഭിച്ചോ? അത് ഈ ബസീറത്ത് നമുക്കുണ്ടായോ പരിശോധിക്കേണ്ടതാണ്. പരിശുദ്ധ റമദാനിലെ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الصلاة والسلام على أشرف المرسلين وعلى آله ومن تبعهم بإحسان إلى يوم الدين. ما بعد، أيها الإخوان اتقوا الله عباد الله. وقال الله سبحانه وتعالى في محكم التنزيل: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഏറ്റവും വലിയ മാർഗദർശക ഗ്രന്ഥമാണ്. അത് എത്രത്തോളം പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ അടുക്കുന്നോ അത്രത്തോളം നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്: തഖറബ് ഇലല്ലാഹ് മസ്തതഅത്. നിനക്ക് സാധ്യമാകുന്ന രൂപത്തിൽ അല്ലാഹുവിലേക്ക് നീ അടുക്കണം. ഫഇന്നക ലൻ തുഖറബ് ഇലല്ലാഹ് ബിശൈഇൻ അഹബ്ബ ഇലൈഹി മിൻ കലാമിഹി. നിനക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് അവന്റെ കലാമാണ്, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലൂടെയാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ കഴിയുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അടിക്കടി പാരായണം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീൻ പഠിച്ച് സമൂഹത്തിന്റെ മാതൃകയായ സ്വഹാബി ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ചർച്ചയാണ്. ഖുർആനിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ വെറുതെ പാരായണം ചെയ്താൽ പോലും പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾ പാരായണം ചെയ്താൽ, വായിച്ചാൽ, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ രേഖപ്പെടുത്തും. നന്മ എന്ന് പറഞ്ഞാൽ അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു ഹസനത്തിന് 10 ഇരട്ടി പ്രതിഫലമാണ്. ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫ്. ഞാൻ നിങ്ങളോട് പറയുന്നില്ല അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ്, ഒരു അക്ഷരമാണ്. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്. ഒരാൾ പാരായണം ചെയ്യുകയാണ് അലിഫ് ലാം മീം എന്നിങ്ങനെ ഒരാൾ പാരായണം ചെയ്താൽ സാധാരണഗതിയിൽ 30 കൂലി അയാൾക്ക് കിട്ടും. പരിശുദ്ധ റമദാനിൽ 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അല്ലാഹുവിന് ചില കുടുംബക്കാരുണ്ട്, അല്ലാഹുവിന് ചില ആൾക്കാരുണ്ട്. ഉടനെ സഹാബികൾ ചോദിച്ചു: മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അല്ലാഹുവിന്റെ ആളുകൾ? ആരാണ് അല്ലാഹുവിന്റെ അഹ്ല് എന്ന് പറഞ്ഞാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അഹ്ലുൽ ഖുർആനി വ ഖാസ്സതു. പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ ഓതാത്തവനോ, അപ്പൊ പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കാത്തവനോ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വല്ലാത്ത മടി കാണിക്കുന്നവനോ അവൻ ആരുടെ ആളുകളാണ് എന്ന് വളരെ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധാരാളം നമുക്ക് പരിശുദ്ധ ഖുർആനുമായി സംസാരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനെ അടിക്കടി പാരായണം ചെയ്യണം, ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം. ഇവിടെ വെള്ളിയാഴ്ച റമദാനിലെ
എല്ലാ വെള്ളിയാഴ്ചയും അസ്ർ നമസ്കാരത്തിന് ശേഷം മഗ്‌രിബിന് ശേഷം നടക്കുന്ന ക്ലാസ്, അസ്ർ നമസ്കാരത്തിന് ശേഷം ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ് നടക്കുന്നു. ഞായറാഴ്ചകളിൽ രാവിലെ 7 മണിക്ക് IMB ഹാളിൽ പരിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ ക്ലാസ് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് പഠിക്കാതിരുന്നു പഠിച്ചവനെ എന്ന് പറയാൻ ഒരാൾക്കും റബ്ബിന്റെ മുന്നിൽ ന്യായവാദം ഉന്നയിക്കാൻ സാധ്യമല്ല. എനിക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് സൗകര്യം ഉണ്ടായില്ല, അവിടെ അങ്ങനത്തെ ഒരു ക്ലാസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരാൻ പറ്റിയ ആളുകൾ ഉണ്ടായില്ല എന്നൊന്നും റബ്ബിന്റെ മുന്നിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വ്യക്തമായ നിയതമായ വളരെ ശക്തമായ രൂപത്തിലുള്ള മാർഗങ്ങൾ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പഠിക്കാനും മനസ്സിലാക്കാനും ഞാനും നിങ്ങളും ഒക്കെ തയ്യാറാവണം. പരിശുദ്ധ റമദാനിൽ അങ്ങനെ ശക്തമായി നിലനിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടാണ് കേരളത്തിലും പുറത്തുമൊക്കെയുള്ള പള്ളികൾ വളരെ പ്രയാസപ്പെടുന്ന പള്ളികൾക്കുള്ള അതിന്റെ നിർമ്മാണവും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമുള്ള പിരിവാണ് ഇന്ന് നടക്കുന്ന പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ ഒരു സദഖയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സദഖ കൊടുക്കുന്നത് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന കാര്യം പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടിയാകുമ്പോൾ അതിന്റെ പ്രതിഫലം ഇരട്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടിയുള്ള ആ സദഖയിൽ ഭാഗഭാക്കാവണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണവും നിസ്കാരവും പുണ്യകർമ്മങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ നാളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ അള്ളാഹുവേ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാത്തരം മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ശക്തമായി നിലനിന്ന് മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.